ആശംസ നമ്മുടെ CDS ചെയർപേഴ്സൺ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ തോമസ് കോട്ടൂർ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ആലീസ് ജോസഫ്, ബഹുമാന്യരായ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർ, കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥ പ്രമുഖർ, വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരൻ, ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ നാടും നഗരവുമെല്ലാം അത്യാഹ്ലാദത്തോടെ ആവേശത്തോടെ അണിഞ്ഞൊരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ നീണ്ടൂരിൽ യഥാർത്ഥത്തിൽ ഓണം എത്തിക്കുന്നത് കുടുംബശ്രീയാണ് എന്ന സന്തോഷ വാർത്ത നമ്മെ അഭിമാനം കൊള്ളിക്കും. കുടുംബശ്രീ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ ശൃംഖലയാണ്. പേറമ്പാടൻ കൃഷ്ണൻ നായനാർ എന്ന EK നായനാരുടെ കാലഘട്ടത്തിലാണ് പാലൊളി മുഹമ്മദ് കുട്ടി എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഏതാണ്ട് 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിൽ 46,44,000 പേരുള്ള ഏറ്റവും വലിയ സംഘടനയായി അത് വളർന്ന് സ്ത്രീകളുടെ വലിയ രൂപത്തിലുള്ള കൂട്ടായ്മയായി ദേശീയ തലത്തിൽ ഇത് മാതൃകയായി കേരളം വളർന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പൊതുപശ്ചാത്തലം. പ്രത്യേകിച്ചും ഇവിടെ എൻ്റെ മുദ്രഗാനം ആലപിച്ച അത്ര മനോഹരമായി ഒരുമിച്ച് ഉണരാൻ, ഒരുമിച്ച് വരാൻ, പുതിയൊരു പുലരിക്കായി അല്ലേ, കഥകൾ പറഞ്ഞു കരൾ പകർത്തു തമ്മിൽ തണലായി മാറിയിടാം. ആ മുദ്രഗാനത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനം എന്താണെന്ന് വളരെ ഭംഗിയായി വിശദീകരിക്കുക. അത്തരത്തിൽ കുടുംബശ്രീ ഇന്ന് സംരംഭത്തിൽ കടന്ന് അവരുൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഫെസ്റ്റിവൽ സീസണിലെല്ലാം ഒരുപക്ഷെ വിലക്കയറ്റത്തെ പോലും പിടിച്ചു നിർത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വലിയ സംഭാവനകളുമായി അവർ വരുന്നു. ഇപ്പോൾ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്താൽ ഒന്നതിൻ്റെ ഗുണനിലവാരമാണ്. ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിൽ മായമോ മറ്റ് മന്ത്രമോ കലർപ്പോ ഒന്നുമില്ല. എല്ലാം നമുക്ക് വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലുള്ള ഉൽപ്പന്നങ്ങളാണ്. അവർ കൊണ്ടിരിക്കുന്ന പലഹാരമായിരുന്നാലും അച്ചാറുകളായിരുന്നാലും മറ്റോരോ സാധനങ്ങളെടുത്ത് വസ്ത്രമായിരുന്നാലും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം ഗുണമേന്മയുണ്ട്. അതോടൊപ്പം തന്നെ വില നിലവാരം എടുക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നമുക്ക് വില കുറച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗുണത്തിൽ മേന്മയോടും കൂടി അത്തരം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ ഉണ്ടാകുന്ന ഗുണം. അതുകൊണ്ട് തന്നെ 18ഓളം സ്റ്റാളുകൾ ഇവിടെ തുടങ്ങിയെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും സംരംഭത്വങ്ങൾ വളർന്ന് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ഇന്ന് സരസ് മേള നടക്കുമ്പോൾ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ അത് വാങ്ങിയിട്ടേ മറ്റാളുകൾ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. എത്രയോ വലിയ ഉൽപ്പന്നങ്ങളാണ് സരസ് മേളകളിൽ കുടുംബശ്രീ ഇന്ന് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം നീണ്ടൂരിൽ ഇത് സമാരംഭിക്കുമ്പോൾ നാളുകളിൽ ഇതൊരു വലിയ വിപണിയായി വളർത്തിയെടുക്കാനും അതുവഴി നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും നാട്ടുകാർക്ക് ഗുണമേന്മയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ലഭിക്കാനുമുള്ള സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളതാണ് ഇതിലെ സവിശേഷത. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് നീണ്ടൂരിലെ കുടുംബശ്രീ എല്ലായ്പ്പോഴും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ്. എല്ലാ എത്രയോ മീറ്റിങ്ങുകൾ നമ്മൾ കൂടി. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള നമ്മുടെ റോസമ്മ എന്ന പുലിക്കുട്ടി കേവലം ചെറിയ രോഗാതുരിയായ ആശുപത്രിയിലാണെങ്കിലും ഏറ്റവും പെട്ടെന്ന് അത് വിമുക്തമായി അവർ വരും. അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. അവർക്ക് എത്രയും പെട്ടെന്ന് ആ രോഗം ഭേദമാകട്ടെ എന്ന് നമുക്കെല്ലാം ആശ്വസിക്കാം. അപ്പോൾ ഈ ഘട്ടത്തിൽ കുടുംബശ്രീ നീണ്ടൂരിലെ ഓണം സമൃദ്ധമായി മാറ്റുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരിക്കുന്നു. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണം ആഘോഷിക്കാനുള്ളൊരു പശ്ചാത്തല സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്ന് എല്ലാവർക്കും പെൻഷൻ 1,600 കിട്ടേണ്ട സ്ഥാനത്ത് ഒരു കുടിശ്ശികയോടെ കൂട്ടി 3,200 തന്നിട്ടുണ്ട്.